ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2021 മുതൽ 2024 വരെ നടന്ന PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ GK പാർട്ട് നോക്കാം. അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് പാർട്ട് നോക്കാം. അപ്പോൾ ഇതിന്റെ PDF ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതിന്റെ മാത്സും ഇംഗ്ലീഷും മലയാളവും പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതു ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, 1, 2, 3 മാത്രം. 2, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. KP വള്ളോൻ, പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ അടുത്ത് നോക്കാം. 4, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, 4 മാത്രം. ഗാദാർ മൂവ്മെന്റ്. 5, ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. 6, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക്? ആൻസർ ഓപ്ഷൻ എ, കരോരി. 8, 7, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, 1, 2, 3. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 8, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, 3 മാത്രം. WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 9, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. 10, ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ഈ ബിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. AAY, അന്ത്യോദയ അന്ന യോജന, ഈ ബില്ലിന്റെ വിപുലീകരണം ആണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ച് നടത്തുന്നു. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, അതായത് ഇതെല്ലാം ശരിയാണ്. 1, 2, 3, 4. 11, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന എ, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവും ആണ്. പ്രസ്താവന ബി, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപർവ്വതത്തിലൂടെ ചരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 2 പ്രസ്താവനകളും ശരി. പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുന്നു. 12, പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. 13, ഇസോഹ ലൈൻസ് എന്നാൽ ഒരേപോലെയുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ആൻസർ ഓപ്ഷൻ ബി, ലവണാംശം. 14, പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി,
പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. 15 താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? ആൻസർ ഓപ്ഷൻ എ QGIS. 16 GDPയുടെ ഘടക ചിലവ്? ആൻസർ ഓപ്ഷൻ എ GDP at MB മൈനസ് അറ്റ പരോക്ഷ നികുതി. 17 ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സ്ഥലവും മൂലധനവും. 18 താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. 19 റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് അല്ലെങ്കിൽ ആയവ ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ഇത് എല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. 20 ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്നാൽ? ആൻസർ ഓപ്ഷൻ ബി മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. 21 അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 358. 22 താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. 23 പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്? ആൻസർ ഓപ്ഷൻ എ പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. 24 ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 25 ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. 26 അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ പാർലമെന്റ്. 27 സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 311. 28 വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ 1, 2 മാത്രം. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്. 29 താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി വിലപേശാനുള്ള അവകാശം. 30 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ? ആൻസർ ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 31 കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ TM തോമസ് ഐസക്. 32 താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ആൻസർ ഓപ്ഷൻ എ CP അച്യുതമേനോൻ. 33 സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത്? TC അച്യുതമേനോൻ ഓപ്ഷൻ ബി. 34 പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ബേസ്ബോൾ. 35 കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ആൻസർ ഓപ്ഷൻ സി ഗോവിന്ദ ഗണകൻ. 36 ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്?
ആൻസർ ഓപ്ഷൻ ഡി അഞ്ജലി ഭഗവത്. 37 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക. 38 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ആൻസർ ഓപ്ഷൻ എ റസിയ ഷബ്നം. 39 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹൈദരാബാദ്. 40 ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ ബി ഗേൾ ഗാങ്. 41 കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംവരണ സ്ഥലം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി രജിസ്റ്റർ. 42 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ആൻസർ ഓപ്ഷൻ എ OMR. 43 ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി? ആൻസർ ഓപ്ഷൻ സി NIC. 44 ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ്? ഓപ്ഷൻ ഡി ടേൺ അറൗണ്ട് സമയം. 45 താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി സെലക്ട് ടാഗ്. 46 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. 47 പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ISO 14001. 48 ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റാർഡസ്റ്റ് 1.0. 49 DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പിനാക. 50 താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? ആൻസർ ഓപ്ഷൻ ഡി സോളാർ എനർജി. ക്വസ്റ്റ്യൻ പേപ്പർ 96/21. 1 താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. 2 അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി AV കുഞ്ഞമ്പു. 3 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടിയമ്മ, ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം, ജയലക്ഷ്മി, ക്ഷേത്രപ്രവേശന പരിപാടി, PM കമലാവതി. 4 ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. 15 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് 1, 2, 3. ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും
ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. 6. ദശല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി, അക്ബർ. 7. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. 8. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ദേശീയ പരമാധികാരമെന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2, സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790-ലെ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ആൻസർ ഓപ്ഷൻ എ, 2 പ്രസ്താവനകളും ശരിയാണ്. 9. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, റഷ്യൻ വിപ്ലവം. 10. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. 11. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് 1, 2, 3. അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്ന നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. 12. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? താഴെ പറയുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. മംഗലപ്പുഴ, ഇടമലയാർ. 13. 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്നത് ഹിമാലയത്തെ ഡിവിഷനുകളാണ്. ലിസ്റ്റ് 2ൽ കൊടുത്തിരിക്കുന്നത് നദികളാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പഞ്ചാബ് ഹിമാലയം, ഇൻഡസ് ടു സത്ലജ്. കുമോൺ ഹിമാലയം, സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം, കാളി ടു തീസ്ത. അസാം ഹിമാലയം, തീസ്ത ടു ബ്രഹ്മപുത്ര. 14. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം 3ഉം. മർദ്ദ വ്യത്യാസങ്ങൾ, കൊറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം. 15. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏവ? ഏതൊക്കെയാണ്? തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. അപ്പൊ ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരി. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. 16. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് വെർബ 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം. റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. 17. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNPയുടെ വിപണി വില രൂപ 5000 കോടി.
പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. ആൻസർ ഓപ്ഷൻ സി 4800 കോടി. 18. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ. 19. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം അല്ലെങ്കിൽ കാലക്രമ പട്ടിക ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 3, 1, 4, 1. ആദ്യം ഏതാണ്? കാർഷിക വികസനം, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വളർച്ച. 20. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ആൻസർ ഓപ്ഷൻ എ ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും. 21. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എപ്പിക്. 22. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 23. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. എന്തൊക്കെയാണ്? ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാകരുത്. ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. 24. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ്. ആൻസർ ഓപ്ഷൻ സി ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. 25. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ഹിന്ദി. 26. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അസം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറം. 27. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. 28. മൗലിക അവകാശങ്ങൾ എന്നാൽ? ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം തെറ്റാണ്. സമ്പൂർണമായവ. 29. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. 30. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? ആൻസർ ഓപ്ഷൻ ബി 74-ാം ഭരണഘടനാ ഭേദഗതി. 31ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 32. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് KT തോമസ്. അടുത്ത 33ഉം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത് നോക്കാം. 34 നോക്കാം. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ മുടിയേറ്റ്. 35.
താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി. തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. 36. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? ആൻസർ ഓപ്ഷൻ ബി. താജ്മഹൽ. 37. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ എ. ഒന്ന് മാത്രം. കോവാക്സിൻ COVID-19-നെതിരെ നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. 38. മാണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി. ടേബിൾ ടെന്നീസ്. 39. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി. ആനന്ദ് നീലകണ്ഠൻ. 40. ആരാണ് വാല സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി. പണ്ഡിറ്റ് KP കറുപ്പൻ. 41. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ. സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. 42. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിംഗിന്റെ ഒരു ഉദാഹരണം? ആൻസർ ഓപ്ഷൻ എ. ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. 43. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ആൻസർ ഓപ്ഷൻ ബി. സ്റ്റാർ. 44. റോമൻ നമ്പർ സിസ്റ്റം എന്നത്? ആൻസർ ഓപ്ഷൻ ബി. സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. 45. ഫ്ലോ ചാർട്ട് ഒരുതരം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ഇവയൊന്നുമല്ല. 46. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി. 1969. 47. ലോക ജലദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി. മാർച്ച് 22. 48. 2008 IT ആക്ട് 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത് ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ അടുത്തത് നോക്കാം. 50. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. റാബീസ്, കോളറ, ആന്ത്രാക്സ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 116/22. 1. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് ജനിച്ചത്? ആൻസർ ഓപ്ഷൻ ബി. ചെറുപ്ലശ്ശേരി. 2. താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി. അക്കാമ ചെറിയാൻ. 3. താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. ലോർഡ് റിപ്പൺ. 4. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി? ആൻസർ ഓപ്ഷൻ ഡി. ഡച്ചുകാർ. 5. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി. ഫിലാഡൽഫിയ. 6. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? ആൻസർ ഓപ്ഷൻ എ. മോണ്ടസ്കു. 7. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി. ബ്രൈസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി. 8. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ. കാനിങ് പ്രഭു. 9. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഹിന്ദ് സ്വരാജ്. 10. തൊട്ടുകൂടായ്മയ്ക്കും
ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്? ആൻസർ ഓപ്ഷൻ സി, ടി കെ മാധവൻ. 11 ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, ഡോൾഡ്രം, വെസ്റ്റർലൈസ് 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന ഉപ ഉഷ്ണമേഖല കുതിര അക്ഷാംശം, താഴ്ന്ന ഉപധ്രുവം പോളാർ ഫ്രണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. 13 നോക്കാം നമുക്ക്. 13 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവന എ, ഡി എന്നിവ തെറ്റാണ്. ബി, സി എന്നിവയാണ് ശരി. അപ്പൊ എന്തൊക്കെയാണ് ബി, സി ശരിയായിട്ടുള്ളത്? 1:50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവിലുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. 14 പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതാണ്? പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹോറോവിസിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. 15 പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. സിർക്കോണിയം കേരള തീരം. ഇന്ത്യയുടെ കോട്ടൺ പോളിസ് മുംബൈ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. 16 ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. 2ഉം 3ഉം മാത്രം. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. 17 ഫാക്ടർ ചെലവിൽ GDP എന്തിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ ബി. വിപണി വിലയിലെ NNB പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. 18 നികുതികളുടെ ഓപ്റ്റിക്കൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. 19 വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം 3ഉം മാത്രം. ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു. ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. ഇതിൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. ഇത് 3ഉമാണ് ശരിയല്ലാത്തത്. ഇനി 20 ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യവുമായി LAF ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി AL സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏവ? ആൻസർ ഓപ്ഷൻ എ. 2ഉം 4ഉം മാത്രം. ഏതൊക്കെയാണ് തെറ്റ്? RBIയിൽ നിന്നും ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലേക്കുള്ള പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെത്തുകയാണ് ഇത്. 21 കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം മാത്രം. 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ
രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. 22. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 7. 23. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പൊ 4ാമത്തെ മാത്രമാണ് ശരി അല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. അത് തെറ്റാണ്. 24. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 42. 25. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. 26. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ UPSC. 27. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 28. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ്? ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ്. 29. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ഡി ലോക്പാൽ. 30. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി 54. 31. അസാമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്? ആൻസർ ഓപ്ഷൻ ബി സത്രിയ. 32. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ സമാധാനം, സമൃദ്ധി, പുരോഗതി. 33. MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1995. 34. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പുന്നമടക്കായൽ. 35. കേരള മൗപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി തകഴി ശിവശങ്കരപ്പിള്ള. 36. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. 37. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി തൃപ്പൂണിത്തറ. 38. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 39. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര്? ആൻസർ ഓപ്ഷൻ സി പാരാലിമ്പിക് ഗെയിമുകൾ. അടുത്ത 40. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ്? ആൻസർ ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. 41. ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്? ആൻസർ ഓപ്ഷൻ സി ഇങ്ക്. 42. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല? ആൻസർ ഓപ്ഷൻ ബി പ്രോസസർ മാനേജ്മെന്റ്. 43. ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ ആകും? ആൻസർ ഓപ്ഷൻ ഡി ഗേറ്റ്വേ. 44. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ്. 45. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഫിഷിംഗ്. 46. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ബി പ്രഫുല്ല ചന്ദ്ര റോയ്.
47 ഡാഷ് ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ ബി, ആൻഡ്രിക്സ്. 48 താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി, പ്രകൃതിവാതക ഊർജം. 49 ഹരിതഗൃഹവാതകത്തിന്റെ വാതക ഉദ്വമനത്തിന്റെ പ്രധാന പങ്ക് ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ്. 50 താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, കാലാവസ്ഥാ വ്യതിയാനം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 101/22. 1. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ഹാൽഡിഗാട്ടി യുദ്ധം 1581. 2. താഴെ പറയുന്നത് കാലഗണനാ പ്രകാരം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. 3. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി, 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിംഗ്സ്, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മയോ, ഓഗസ്റ്റ് ഓഫർ, ലിങ്ലിക്തോ. 4. വാർസോ ഉടമ്പടി നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ ബി, 1955. 5. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ശ്രീവിദ്യാഭൂഷണി, ശ്രീനാരായണ ഗുരു, ദൈവദശകം, ചട്ടമ്പി സ്വാമികൾ, അദ്വൈത ചിന്താ പദ്ധതി, KP കറുപ്പൻ, ആചാരഭൂഷണം. 6. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 2, 3, 4, 1. ആറ്റിങ്ങൽ ലഹള, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, കുറിച്യ ലഹള. 7. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ, തത്വബോധിനി സഭ, ദേവേന്ദ്രനാഥ ടാഗോർ, രഹനുമായി മസ്ദായനൻ സഭ, നവറോജി ഫർഡോൻജി, ധർമ്മസഭ, രാധാകാന്ത ദേവ്, സേവാസദൻ, BM മലബാറി. 8. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം മാത്രം. ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. 9. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്. ആൻസർ ഓപ്ഷൻ സി, രാജകൊട്ടാരം. 10. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ആൻസർ ഓപ്ഷൻ സി, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 11. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗിന് അത്യാവശ്യമായത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയിരിക്കുന്നത് എല്ലാം ശരിയാണ്. ഊർജ സ്രോതസ്സിന്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിംഗും, വ്യാഖ്യാനവും വിശകലനവും. 12. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജിയോഡസി. 13. ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ABCD. ആരവല്ലി നിരകൾ, ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ, നർമ്മദ താഴ്വാരം, റിഫ്റ്റ് താഴ്വാരം, ഉപദ്വീപ പീഠഭൂമി, 1600 കിലോമീറ്റർ, കിഴക്കൻ തീരം, കാവേരി ഡെൽറ്റ. 14. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ജെറ്റ് സ്ട്രീം.
15. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 964. 16. ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി 1 ജൂലൈ 2017. 17. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തകാവകാശമുള്ളത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു. മുകളിലത്തെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 മാത്രം. 2, 3 മാത്രമാണ് ശരി. 18. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതു ചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? ആൻസർ ഓപ്ഷൻ എ പലിശ അടവുകൾ. 19. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻഡീസന്റ് മറ്റൊരു വ്യക്തിയിലും ആയ നികുതിയാണ്. പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് എന്നാൽ ഇമ്പാക്ട്സും ഇൻഡീസൻസും ഒരു വ്യക്തിയിൽ ആകുന്ന നികുതിയാണ്. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 3 മാത്രം. ഏതാണ്? പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. 20. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി 5ാം പഞ്ചവത്സര പദ്ധതി. 21. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം. 22. താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളിൽ ഒന്ന് അസേർഷൻ എ എന്നും റീസൺ ആർ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അസേർഷൻ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ. റീസൺ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ആൻസർ ഓപ്ഷൻ ബി എയും ആറും ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല ആർ. 23. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകൾക്കാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ എ 1. ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. 24. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. 25. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 26. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 27. ഭരണഘടനയുടെ ഏത് അമെൻഡ്മെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ ബി 44ാമത് അമെൻഡ്മെന്റ്. 28. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. 29. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത്? ആൻസർ ഓപ്ഷൻ സി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. 30. 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സെക്യുലർ. 31. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്
ആൻസർ ഓപ്ഷൻ എ ഭാരോദ്വഹനം. 32 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. ആൻസർ ഓപ്ഷൻ ബി സൗത്ത് കൊറിയ. 33 എം.ടി. വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ആൻസർ ഓപ്ഷൻ ബി മഞ്ഞ്. 34 ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ. ആൻസർ ഓപ്ഷൻ സി കൊടിയേറ്റം. 35 നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി പുന്നമടക്കായൽ. 36 മലയാളം എഴുത്തുകാരനായ വി അയ്യപ്പന്റെ തൂലികാനാമം. ആൻസർ ഓപ്ഷൻ ബി കോവിലൻ. 37 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. 38 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 39 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആസ്ട്രേലിയ. 40 2007 ജ്ഞാനപീഠ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ONV കുറുപ്പ്. 41 ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. 42 സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. 43 ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി നോൺ പ്രീ എംപിറ്റീവ് ഷെഡ്യൂളിംഗ്. 44 വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ സി ഗേറ്റ്വേ. 45 ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 65. 46 ആഗോള താപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത്. ആൻസർ ഓപ്ഷൻ ഡി വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. 47 പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ STI പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടി ആണ്. 48 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ സി ISRO സ്ഥാപിച്ചത് 1962 49 R&D പ്രോത്സാഹിപ്പിക്കുവാനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. 50 റെഡ് പ്ലസ് പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 127/22. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഔറംഗസേബ് തന്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. ഔറംഗസേബിന്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. മുകളിലുള്ള പ്രസ്താവനകൾ പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 2 നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി അലഗിരി നായിഡു. 3 ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി അച്യുത സാമന്ത. 4 താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? ആൻസർ ഓപ്ഷൻ ബി 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. 5
ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. ഫർദുൻജി മുൻസബ്, ബോംബെ സമാചാർ, PM മൂട്ടിവാല, ജാം ഇ ജംഷാദ്, ബാബു ജോഗേന്ദ്രനാഥ് ബോസ്, ബംഗ് ബാസി, ദയാൽ സിംഗ് മജക്തിയ, ദി ട്രിബ്യൂൺ. 6. ആൻഡ്രോപോവിന് മുമ്പ് USSR ഗവൺമെന്റിൽ യൂറി അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി. ലിയോനിഡ് ബ്രഷ്നവ്. 7ന്റെ ആൻസർ ക്യാൻസൽ ചെയ്തേക്കാണ്. 8 നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? ആൻസർ ഓപ്ഷൻ ഡി. സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. 9. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ. രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ, അംബരീഷ ചരിതം, മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ, ലക്ഷ്മി കല്യാണം, KS ലക്ഷ്മണ പണിക്കർ, പണത്തിന്റെ കഥ, K കേശവപിള്ള, പ്രത്യക്ഷ ശരീരം. 10. താഴെ പറയുന്നവരിൽ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഡൊണാൾഡ് ട്രംപ്. 11. താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ആഗ്നേയ ശിലകൾ. 12. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈൻ. ആൻസർ ഓപ്ഷൻ ബി. ഐസോനെഫ്. 13. താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? ആൻസർ ഓപ്ഷൻ സി. മൺസൂൺ. 14. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം മാത്രം. ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിരയാണ് ശിവാലിക്. 15. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകാത്ത നദി? ആൻസർ ഓപ്ഷൻ സി. പെരിയാർ. 16. ഫാക്ടർ കോസ്റ്റിലെ NNPക്ക് തുല്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി. GNP ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച. 17. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ സി. 1950. 18. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. 2ാം പഞ്ചവത്സര പദ്ധതി. 19. ബാങ്ക് നിരക്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി. റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് ഡിസ്കൗണ്ടിംഗ് നിരക്കാണ്. 20. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. ആർട്ടിക്കിൾ 246. 21. കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറയുന്ന ഷെഡ്യൂളിൽ ഏതാണ് അടങ്ങിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. 10ാം ഷെഡ്യൂൾ. 22. നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിൽ മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി. പോക്കറ്റ് വീറ്റോ. 23. നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി. ന്യൂഡൽഹി. നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. 24. താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലിക അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. നിയമത്തിനു മുൻപിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും.
25 താഴെ പറയുന്നവയിൽ ഏതാണ് റിറ്റുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? ആൻസർ ഓപ്ഷൻ എ ഇൻജക്ഷൻ. 26 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ സി 1964. 27 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 368. 28 കൂട്ടുത്തരവാദിത്വം ഡാഷ് ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ്? ആൻസർ ഓപ്ഷൻ ഡി പാർലമെന്ററി സംവിധാനം. 29 ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാണ്. 31 നോക്കാം. ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ചെസ്. 32 മലയാള സാഹിത്യകാരൻ ടി.സി. ജോസഫിന്റെ തൂലികാനാമം? ആൻസർ ഓപ്ഷൻ ഡി ഇടമറുക്. 33 2022 വിന്റർ ഒളിമ്പിക്സിന്റെയും ബിഗ് ഡൊന്നിന്റെയും ഔദ്യോഗിക ചിഹ്നം? ആൻസർ ഓപ്ഷൻ എ പാണ്ട കരടി. 34 എം.ടി. വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി? ആൻസർ ഓപ്ഷൻ ബി നാലുകെട്ട്. 35 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്? ആൻസർ ഓപ്ഷൻ സി ജക്കാർത്ത. 36 അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ? ആൻസർ ഓപ്ഷൻ ഡി അനന്തരം. 37 ജി അരവിന്ദന്റെ ഡാഷ് എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ചിദംബരം. 38 പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി അഷ്ടമുടി. 39 പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചറേരിയ? ആൻസർ ഓപ്ഷൻ എ മെക്സിക്കൻ. അടുത്ത ക്വസ്റ്റ്യൻ 40 സാറ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു? ആൻസർ ഓപ്ഷൻ ഡി പാപത്തറ. 41 ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ EEPROM. 42 താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. 43 വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗേറ്റ്വേ. 44 ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ആണ്? ആൻസർ ഓപ്ഷൻ എ ഇമേജ് ടാഗ്. 45 ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2000. 46 അമർത്യ കുമാർ സെന്നിന് 1998 ഡാഷ് മേഖലയിലെ സംഭാവനകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഏതിനാണ് കിട്ടിയത്? എക്കണോമിക്സ്. 47 ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹൈദരാബാദ്. 48 ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. 49 ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. മീഥേൻ ഒരു ഹരിതഗൃഹ വാതകമാണ്. 50 ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു? ആൻസർ ഓപ്ഷൻ സി 6. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.